എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, ഞാൻ ദ്രിജനസൽ. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രത്ത് സ്ക്വയർ ബിരിയാണിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് വെള്ളയമ്പലത്തും ശാസ്തമംഗലത്തിനും ഇടയ്ക്ക് വരുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. അത് ഒയാസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും കേട്ടോ, സ്ക്വയർ ബിരിയാണി. അപ്പോൾ ഞാൻ ഇപ്പോൾ ദാണ്ട റമദാൻ ടൈമിലാണ് അവിടെ പോയത്. ദാണ്ട അവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ കയറിയിട്ടുണ്ട്, പക്ഷേ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നല്ല ഡീസൻറ്റ് സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഡീസൻറ്റ് സീറ്റിംഗ് ആണ്. അപ്പുറത്തോട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട് സീറ്റിംഗ് ഒക്കെ. അതേപോലെ അവിടുത്തെ വെള്ളം എന്താണ് തുളസിയിലേക്ക് വെച്ച് നല്ല നൈസാണ്. അതുപോലെ അകത്തൊക്കെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നമ്മൾ ബിരിയാണിയാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇവിടുത്തെ മുഗൾ ബിരിയാണി എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ വന്നത് 230 രൂപയാണ് എൻ്റെ പ്രൈസ്. പക്ഷേ നമ്മളുടെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വ്ളോഗൊന്നും എടുക്കുന്നത്, അതുകൊണ്ടാണ് ചിക്കൻ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ ഈ ചേച്ചിയാണ് കസ്റ്റമേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. പുള്ളിക്കാർ നല്ല സ്നേഹത്തിലൊക്കെയാണ് ഇടപെടുന്നത്, കാര്യങ്ങളൊക്കെ ചോദിച്ചും അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത്, നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 200 രൂപയാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ പ്രൈസ് വരുന്നത്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ചിക്കൻ ബിരിയാണി ദാണ്ട് എത്തിക്കഴിഞ്ഞു. ദാണ്ട 2 മുട്ടയൊക്കെ ഉണ്ട്. ചിക്കൻ ബിരിയാണി റൈസാണ് കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത്. അടിപൊളി റൈസാണ്, അതുകൊണ്ടാണ് മിക്കുള്ളവരും എൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒന്ന് വ്ളോഗ് ചെയ്യാൻ. സംഭവം കണ്ടിട്ട് കൊള്ളാം. ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കഴിക്കാൻ തോന്നിയാണ്. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഒരുവിധം കുഴപ്പമില്ല, കണ്ടിട്ട് കുഴപ്പമില്ല. ഒന്ന് കഴിച്ചു നോക്കട്ടെ പെട്ടെന്ന് എന്തായാലും. അതിൻ്റെ കൂടെ ഇവിടെ സലാഡുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ. അതാണ്ട് ഇതെന്തിനാണെന്ത് സംഭവം, ഇതൊരു ചട്നിയാണെന്ന് തോന്നുന്നു. ചട്നിയാണ് എന്തോ ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ആ സലാഡിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ആ ചട്നി. പിന്നെ ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ പീസസ് എന്ന് പറയുമ്പോൾ 3 പീസേ ഉണ്ടായിരുന്നുള്ളൂ. 3 പീസ് മീൻസ് എന്താണ്, ചെറിയ പീസായിരുന്നു കേട്ടോ. ഒരു ചെറിയ മീഡിയം പീസായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ചിക്കൻ ഒട്ടും സോഫ്റ്റ് അല്ലായിരുന്നു ചിക്കൻ പീസസ് ഒന്നും. എനിക്ക് ചിക്കൻ പീസസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് പേഴ്സണലി അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ റൈസൊക്കെ അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു ടേസ്റ്റായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ല, ആ സലാഡിൻ്റെ കൂടെ കിട്ടുന്ന ചെറിയൊരു ചട്നി ഉണ്ടല്ലോ, അത് എന്തെന്നാണ് അത് സംഭവം, അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം കൊണ്ടും ബിരിയാണി മൊത്തത്തിൽ കുഴപ്പമില്ല. ചിക്കൻ പീസസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ഒപ്പീനിയനാണ്. ബാക്കിയെല്ലാം ഓക്കെയാണ്, നൈസാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് ചിക്കൻ ബിരിയാണിയുടെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ 200 രൂപയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ബില്ലൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങണ ചെയ്തത്. ഓക്കെ ഗൈസ്, പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.